ധർമ്മസ്ഥലയിൽ പരാതിക്കാരായ കുടുംബത്തിന്റെ വാഹനം തകർത്തു. 2012 കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിഠൽ ഗൌഡയുടെ വാഹനമാണ് തകർത്തത്. ധർമ്മസ്ഥല ട്രസ്റ്റിനെ അനുകൂലിക്കുന്ന ആക്രമികളാണ് വാഹനം തകർത്തതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സൗജന്യയുടെ കുടുംബത്തിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ധർമ്മസ്ഥലയിൽ വലിയ പ്രതിസന്ധിയാണ്. കാരണം ഈ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഭീഷണിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ജീവൻ കയ്യിൽ പിടിച്ചാണ് പലരും നിൽക്കുന്നത്. ഇപ്പോൾ ഈ സൗജന്യയുടെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പരാതിക്കാരായ ആളുകൾക്കും എല്ലാം നേരെ വലിയ ഭീഷണി നേരത്തെ തന്നെ നിലനിന്നിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മുതൽ നേരിട്ടുള്ള കായികമായ ആക്രമണം കൂടി തുടങ്ങിയത്. ധർമ്മസ്ഥലയിൽ 2012 ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ 17 വയസ്സുകാരി സൗജന്യയുടെ മകൻ വിഠൽ ഗൌഡയുടെ വാഹനം കഴിഞ്ഞ ദിവസം അക്രമി സംഘം തകർത്തു. മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ധർമ്മസ്ഥല ട്രസ്റ്റിനെ അനുകൂലിക്കുന്ന സംഘമാണ് ഈ ആക്രമികൾ എന്നാണ് ആരോപണം ഉയരുന്നത്. ഈ അക്രമി സംഘം പരാതിക്കാരുടെ കുടുംബത്തിന് നേരെയും തിരിയുകയാണ്. വിഠൽ ഗൌഡയുടെ വാഹനം ആക്രമിച്ച് ചില്ലുകൾ തകർക്കുകയും സീറ്റുകൾ കുത്തിച്ചേറുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം സൗജന്യയുടെ പാങ്കളയിലെ വീട്ടിലേക്ക് പോകുന്ന റോഡിൽ വെച്ച് വാർത്താ ചിത്രീകരണത്തിനിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഭീകരമായ ആക്രമണം ഉണ്ടായത്. 50ഓളം വരുന്ന സംഘം ഓട്ടോറിക്ഷയിലും മറ്റു വാഹനങ്ങളിലും എത്തിയാണ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന് പിന്നിൽ ധർമ്മസ്ഥല ഗ്യാങ് എന്നറിയപ്പെടുന്ന സംഘമാണെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിനെതിരെ ക്രൂരമായ ആക്രമണത്തിനെതിരെ സിനിമാ താരം പ്രകാശ് രാജ് ഉൾപ്പെടെ ശക്തമായ വിമർശനവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. യൂട്യൂബർമാരായ അഭിഷേക്, അജയ്, സന്തോഷ്, അനീഷ് തുടങ്ങിയ 6 പേർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളും എല്ലാം തന്നെ അക്രമി സംഘം തകർത്തിരുന്നു. ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകൾ പുറം ലോകത്തെത്തിക്കുന്നതിന് ആദ്യഘട്ടം മുതൽ നിലനിന്നിരുന്ന യൂട്യൂബർമാരാണ് ഇവർ. ഇവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. യൂട്യൂബർമാരെയും മാധ്യമ പ്രവർത്തകരെയും ആക്രമിച്ചവർക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് വലിയ സുരക്ഷയാണ് ധർമ്മസ്ഥലയിൽ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. വെസ്റ്റേൺ സോൺ ഐജിയും ദക്ഷിണ കന്നഡ എസ്പിയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 5 ബറ്റാലിയൻ പോലീസിനെ നിലവിൽ ധർമ്മസ്ഥലയിൽ വിന്യസിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കനത്ത സുരക്ഷയിലായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത്. സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.